ഇന്നത്തെ ക്ലാസ്സിൽ മെറ്റാമോർഫിക് റോക്കാണ് നോക്കുന്നത്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മെറ്റാമോർഫിക് റോക്ക്. ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇഗ്നീഷ്യസ് റോക്കിലും സെഡിമെൻ്ററി റോക്കിലും ഉണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ച് എന്ന് വെച്ചാൽ ഹീറ്റിൻ്റെയും പ്രഷറിൻ്റെയും പ്രസൻസിലുണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ചസ് മൂലമാണ് മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹീറ്റ്, പ്രഷർ കൂടാതെ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സും ഇതിനൊരു റീസണായിട്ട് വരുന്നുണ്ട്. ഇത് 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് മെറ്റാമോർഫിസം ഉണ്ട്. തെർമൽ മെറ്റാമോർഫിസം, കാറ്റക്ലാസ്റ്റിക്, ഡൈനാമോ തെർമൽ, പ്ലൂട്ടോണിക്. തെർമൽ എന്ന് വെച്ചാൽ ഹീറ്റ് ഉള്ളിയായിരിക്കും, ഹീറ്റിൻ്റെ പ്രസൻസ് മാത്രമേ ഉണ്ടാവൂ. കാറ്റക്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രഷറിൻ്റെ പ്രസൻസിൽ. ഡൈനാമോ തെർമൽ എന്ന് വെച്ചാൽ ബോത്ത് ഹീറ്റ് ആൻഡ് പ്രഷർ. പ്ലൂട്ടോണിക് എന്ന് വെച്ചാൽ യൂണിഫോം പ്രഷർ ഉള്ളി. ഇതാണ് മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് ഹീറ്റിൻ്റെയോ പ്രഷറിൻ്റെയോ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സിൻ്റെയോ പ്രസൻസിൽ സെഡിമെൻ്ററി റോക്കിനും അതുപോലെ തന്നെ ഇഗ്നീഷ്യസ് റോക്കിനും ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന്